40 വയസ്സ് പൂർത്തിയായ ഒരാളാണോ നിങ്ങൾ? അതല്ലെങ്കിൽ നിങ്ങൾ 40ലേക്ക് അടക്കുകയാണ്? വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് സിയാദ് ഇല്ലിഗൽ. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. 40 വയസ്സായ ആളുകളെ പൊതുവെ ഇന്നത്തെ ജനറേഷൻ തന്ത വൈബ് എന്ന് പറയാറുണ്ട്. ഇതിൽ കുറച്ച് സത്യമുണ്ട്. കാരണം പല ആളുകളും 40 വയസ്സാകുന്ന സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതിൽ വളരെയധികം വിമുക്തത കാണിക്കുന്നുണ്ട്. ഇനി എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ സാധിക്കുമോ, എന്നെ കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. 40 വയസ്സെന്ന് പറയുന്നത് സത്യത്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു വയസ്സാണ്. 40 വയസ്സ് കഴിഞ്ഞാലാണ് ഒരു യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്നുള്ള രീതിയിലും നമ്മൾ പല ഭാഗത്തും കമന്റുകൾ കാണാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് 40 വയസ്സ് ആകുമ്പോഴാണ് സൗന്ദര്യം തന്നെ കൃത്യമായിട്ട് വരുന്നത് എന്നുള്ള കമന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 40 വയസ്സ് എന്ന് പറയുന്നത് ഒരു ചില്ലറ വയസ്സല്ല. 40 വയസ്സ് എന്ന് പറയുന്നത് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വിശദമായിട്ട് ഈ ഒരു 40 വയസ്സ് പൂർത്തിയായ ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു തന്ത വൈബ് എന്നുള്ള രീതിയിൽ ആളുകൾ 40 വയസ്സുകാരെ പറയാറുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ദൃശ്യ മാധ്യമങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏർലി സക്സസ്. അതായത് 10ാം വയസ്സിൽ ഒരു കമ്പനി തുടങ്ങി, 23ാം വയസ്സിൽ ഒരു 2 കമ്പനീസിന്റെ ഓണർ, അങ്ങനെ വളരെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന സക്സസ് മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനർത്ഥം 40 വയസ്സിന് ശേഷം ഇവിടെ ഈ ലോകത്ത് ബില്യനേഴ്സ് ആരും തന്നെ ഉണ്ടായിട്ടില്ലേ? കണക്കുകൾ നോക്കുകയാണെങ്കിൽ 40 വയസ്സിന് ശേഷമാണ് ഒരുപാട് പേര് ബില്യനേഴ്സ് ആയിട്ടുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം കാരണം ഈ വളരെ യങ് ജനറേഷനിൽ സക്സസ് ആയ ആളുകളുടെ മാത്രം സക്സസ് സ്റ്റോറീസ് കുറച്ച് അധികം വാഴ്ത്തപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 40ാം വയസ്സുള്ള ആളുകൾ ഒന്ന് ഒതുങ്ങും. 40 വയസ്സെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചില്ലറ വയസ്സല്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ 40ാം വയസ്സെന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ. അത് മറികടന്നാൽ നമുക്ക് ഒരു പുതിയ ഒരു ഏജ് ആണ്, അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമുക്ക് ലോകത്ത് തന്നെ നോക്കി കാണാനായിട്ട് പറ്റും. കാരണം 40 വയസ്സിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, ഒരു 20 വയസ്സ് വരെ പഠനത്തിന്റെ ഒരു തിരക്കിലാണ്. 20 മുതൽ 30 വയസ്സ് വരെ നമ്മളൊരു മാരേജ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് മാരേജ് കാലഘട്ടത്തിലാവാം. 30 മുതൽ 40 വയസ്സ് വരെ നമ്മുടെ ജോലിയിൽ അപ്സ്കിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ പഠനമൊക്കെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെ പോകണം ലൈഫ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. നമ്മൾ 40 വയസ്സ് കഴിഞ്ഞു. 40ാം വയസ്സിൽ ആരും തന്നെ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ക്യാഷ് ഒന്നും സ്പെൻഡ് ചെയ്യാറില്ല. കാരണം അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് അവൻ ഓൾറെഡി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മെച്യൂരിറ്റി നമുക്ക് 40ാം വയസ്സിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും 40 വർഷത്തെ ജയങ്ങളും പരാജയങ്ങളും കഴിപ്പേറിയ ജീവിതങ്ങളും അല്ലെങ്കിൽ പല ജീവിത സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, പണത്തിന്റെ മൂല്യത്തെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ആരും പഠിപ്പിക്കേണ്ട. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ 40 വയസ്സിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്തരം എക്സ്പീരിയൻസുകളെല്ലാം തന്നെ ഗുണകരമായിട്ട് വരുമെന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു 40ാം വയസ്സിന് ശേഷം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് യാത്രക്ക് ഇയർലി സ്റ്റേജിൽ ഉണ്ടാവുന്ന യാത്രയേക്കാൾ കുറച്ചും കൂടി മെച്യൂരിറ്റി കൂടും, കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവും, ചടുലത ഉണ്ടാവില്ല, വേഗതയേറിയ ചടുലത മാർക്കറ്റിന് ആവശ്യവുമില്ല. വളരെ സാവധാനം നമുക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി തന്നെ നമ്മൾ 40ാം വയസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പണം ഡബിൾ ആകുന്ന സ്ട്രാറ്റജീസ് അല്ല. നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹാർഡ് ഏൺ മണി നമുക്കിവിടെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പണം ഡബിൾ ആക്കുന്ന ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ഇനി മാർക്കറ്റിനെ സമീപിക്കരുത്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാർഡ് ഏൺ മണി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ജോബിൽ ഒരു നല്ലൊരു പൊസിഷനിലാണ്, ഒരിക്കലും നമ്മൾ ഇനി ജോബ് ചേഞ്ച് ചെയ്ത് റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കില്ല. ലൈഫിൽ തന്നെ വലിയ റിസ്കുകൾക്ക് ഇനി മുതിരാറില്ല. 40ാം വയസ്സിന് ശേഷം ജോബ് സ്വിച്ച് തന്നെ ചെയ്യാൻ അത്ര നല്ലതല്ല എന്ന് തന്നെ ആലിബാബയുടെ CEO തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് മാർക്കറ്റിനെയും സമീപിക്കേണ്ടത്. നമ്മൾ മാർക്കറ്റിൽ ഒരിക്കലും പണം ഡബിൾ ആക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ പണം ഒരിക്കലും ഡബിൾ ചെയ്യാതെ അത് നമ്മുടെ ലോങ് ടൈമിലേക്ക്, ഇനിയുള്ള കാലത്തിലേക്ക് നമ്മൾ സമ്പാദിച്ചു വെച്ച ആ ഒരു പണത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ആണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രധാന കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ ചെയ്തിട്ടില്ല, ഞാൻ വളരെ ലേറ്റ് ആയോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. നമ്മൾ ഒട്ടും തന്നെ ലേറ്റ് ആയിട്ടില്ല. ഇത് തന്നെയാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതിനർത്ഥം 20ാം വയസ്സിൽ ട്രേഡ് ചെയ്ത ആളുകളോ അല്ലെങ്കിൽ 25ാം വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകൾ മോശക്കാർ
ആണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവർ വളരെയധികം മിടുക്കന്മാർ തന്നെയാണ്. പക്ഷേ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 40-ആം വയസ്സിൽ ട്രേഡിംഗ് തുടങ്ങുന്ന, അല്ലെങ്കിൽ 40-ആം വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന, 40-ആം വയസ്സിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പരിചയപ്പെടുന്ന ആളുകളെ ഒരിക്കലും അത് മോശക്കാരനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ഇത് ആപ്റ്റല്ല, ഇനിയിപ്പോൾ അടങ്ങി ഒടുങ്ങി വീട്ടിലിരിക്കണം, ഇനി സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു മേഖലയല്ല എന്ന് മറ്റാരെങ്കിലും പറയുകയാണെങ്കിൽ ശക്തമായിട്ട് എതിർക്കണം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾ തന്തവൈബാണായിട്ട് കണക്കാക്കണം. കാരണം അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവരുത്. 40-ആം വയസ്സെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ലേറ്റ് ആയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പം നമുക്കുണ്ട്. നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്കുകളെ നമ്മൾ കണ്ടെത്തണം. ഇതിന് നമുക്ക് പഠനം അനിവാര്യമാണ്. ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്: എത്രമാത്രം നമ്മൾ ലേൺ ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഈ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതായിരിക്കും. എത്രയാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്, പഠിക്കുന്നത്, അത്രയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുകയോ. അതുകൊണ്ട് തന്നെ 40-ആം വയസ്സിൽ നമ്മൾ നമ്മുടെ ലേണിംഗ് തുടരുക, ഒരു പുതിയ അധ്യായം തുടങ്ങുക. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ പിക്ക് ചെയ്യുക, എങ്ങനെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക, ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ എമർജൻസി ഫണ്ടിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള മാർഗ്ഗങ്ങളെല്ലാം തന്നെ മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. ഇവിടെ ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്, ഇവിടെ ഗോൾഡ് ഉണ്ട്, ഇവിടെ ETF ഫണ്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ നമുക്ക് നമ്മുടെ പണം ഡബിൾ ആക്കാനായിട്ടുള്ള അല്ല നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മുടെ പണം നമ്മളെ നല്ല നാളെയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പണം നമുക്കൊരു സഹായിയായി മാറണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ മാർക്കറ്റിലുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ഒരു വർഷം നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുക. ഒരു വർഷം പഠിക്കാനായിട്ട് എടുത്തോ, എന്നാലും ഒരു നഷ്ടവും ഉണ്ടാവാൻ പോടില്ല. ഒരു കാര്യം ഓർക്കുക: എത്രമാത്രം നമ്മൾ ലേൺ ചെയ്യുന്നു അത്രമാത്രമാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഓർക്കുക, നമ്മുടെ ലേണിങ്ങിന് എന്തോ ഒരു കുറവ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കമ്പനികളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഫണ്ടമെന്റൽ സ്ട്രാറ്റജീസ് പഠിക്കുക. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ലഭ്യമാണ്. യൂട്യൂബിൽ അടക്കം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇനി അതല്ല, ഇതെല്ലാം തന്നെ പഠിപ്പിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക. കാരണം നോളജ് ആണ് അവിടെ ഗെയിൻ ചെയ്യുക. അപ്പോൾ ആ നോളജ് ഗെയിൻ ചെയ്യാൻ മേ ബി ഇന്നത്തെ കാലത്ത് അതിനൊരു പൈസ മുടക്കേണ്ടതായിട്ടുണ്ടാവാം. ഒരു ബുക്ക് വാങ്ങാൻ നമുക്ക് പൈസ മുടക്കണം, അല്ലെങ്കിൽ എന്ത് നോളജ് ഗെയിൻ ചെയ്യാനാലും നമ്മൾ പൈസ മുടക്കണം. അത് ഒരു നഷ്ടമായിട്ട് കണക്കാക്കരുത്. ഈ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വീഡിയോ കാണുമ്പോൾ നെഗറ്റീവ് കമന്റ് ആയിട്ട് ഒരുപാട് പേര് വരാറ്. അപ്പോൾ അത്തരം നെഗറ്റീവ് കമന്റ് വായിച്ച് അതിൽ രസം കണ്ട് നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഏതൊരു വീഡിയോ സ്കിപ്പ് ചെയ്താലും നമുക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും നേടാനുമില്ല. നേരെ മറിച്ച് നമ്മൾ ഇതിന്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവായ കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ട് നമ്മുടെ നിലവിലുള്ള ചിന്താഗതിയിൽ കുറച്ചൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ മേ ബി നമുക്ക് നമ്മുടെ റിട്ടയർ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം അടിപൊളിയാക്കാൻ സാധിക്കും. അങ്ങനെ അടിപൊളിയാക്കാൻ പറ്റട്ടെ. 40-ആം വയസ്സ് ഒരു പുതിയ ഒരു തുടക്കമാണ്, ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദിസ് ഇസ് സിയാദ് ഇല്ലിഗൽ സൈനിങ് ഓഫ്. താങ്ക് യു.